ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഗൈസ് നമ്മളിന്ന് നമ്മുടെയിലുള്ള എല്ലാ ബൂസ്റ്റർ കാർഡ് വെച്ച് ഒരു ഗെയിം കളിക്കാൻ പോവുക. ഗോളിയില്ല, അതുകൊണ്ട് നമ്മൾ ഗോളിയെ വിട്ടേക്കുക. ബാക്കി എല്ലാ ബൂസ്റ്റർ കാർഡ് വെച്ചും നമ്മളിന്ന് ഗെയിം പ്ലേ നടത്താൻ പോവുക. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടായിരിക്കുന്നത്. ഫുള്ള് ബൂസ്റ്റേഴ്സ് CB. ഈ ഫോർമേഷൻ വലിയ ഗുണമൊന്നുമില്ല, ചുമ്മാ എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്യാം. എല്ലാവരും വെച്ചുകൊണ്ട് 3CB കളിക്കാം. വൈറ്റ് എന്ത് ചെയ്യും? വൈറ്റ് 3CB ഫോർമേഷൻ. നെയ്മറുണ്ട്, വിയേറ ഉണ്ട്, അവിടെ ഇരിക്കട്ടെ. ലെമീൻ യമാൽ. ഫോണൊരു നല്ല ഫോർമേഷൻ ആണല്ലോ, നല്ല സ്ക്വാഡും ഉണ്ട്. നമുക്ക് എന്തായാലും ചുമ്മാ കളിച്ച് നോക്കാം. മാച്ച് സ്റ്റാർട്ടാകാൻ പോവാണ് കേസ്. ഞാൻ ചുമ്മാ രസം എടുക്കാൻ വേണ്ടി ഇങ്ങനെ നമ്മുടെ ബൂസ്റ്റർ കാർഡ്സിനെല്ലാം വെച്ചിട്ടൊരു ഗെയിം പ്ലേ സെറ്റ് ചെയ്തതാണ്. നമുക്ക് നോക്കാം ജയിക്കുമല്ലോ എന്ന്. ഷെഞ്ചങ്കോ, റൊമനിക്, മാർട്ടിനസ്, ഷെഞ്ചങ്കോ, ജസ്റ്റ് മിസ്. നല്ല പവർഫുൾ ഷോട്ടായിരുന്നു കൊടുത്തത്. ഒന്നുകൂടെ കയറിപ്പോയിരുന്നു ചിലപ്പോൾ അത് ഡിഫൻഡർ തട്ടിയാനെ. പക്ഷെ പവർഫുൾ ഷോട്ടായിരുന്നു. വെക്കാനൊക്കെ അടിപ്പിക്കാം. ക്വിക്ക് ഒപ്പോണൻ്റ് പോസ് ചെയ്യല്ലോ. എനിക്കൊന്ന് ഒപ്പോണൻ്റ് നമ്മുടെ സ്ക്വാഡ് നോക്കുമായിരിക്കും അല്ലേ ഗൈസ്? നമുക്കൊന്ന് പോയി ഒന്ന് നോക്കാം എങ്ങനെ വെച്ച് സെറ്റ് ചെയ്തേക്കുന്നത്. 3-1-1-5 ഈ ഒരു ഫോർമേഷനാണ് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത്. നമുക്കിനി എംബാപ്പയുണ്ട്, റൂബൻ നേവ്സ് ഉണ്ട്, ബെക്കാമുണ്ട്, YAB മർഡോണയും കൂടെ ഉണ്ട്. ഇത്രയും പ്ലേസിന് നമുക്ക് ഇറക്കാനുണ്ട്. വൈഫിനെ കൊണ്ട് കോർണർ അടുപ്പിക്കാം. ജസ്റ്റ് മിസ്. ഈ മാർട്ടിനസ് ആണല്ലോ. നെയ്മർ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? പൊക്കോ. ഗൈസ് ഇച്ചിരി പാടാണ്. 3CB ഉള്ളത് കൊണ്ട് ഗൈസ് നമുക്ക് എന്തായാലും നോക്കാമെന്നുള്ളൂ. വിയേറ, റൊമനിക് SS ആ ഗൈസ്. കോസ്റ്റർ കിട്ടോ? വിയേറ കയറിപ്പോയില്ല. റൊമനി ഗോൾ അടിക്കണം. മിസ്പാസ് ആവുകയാണല്ലോ ഗൈസ്. ഡിഫെൻഡിങ് ഇച്ചിരി ബുദ്ധിമുട്ടാണ്, എന്നാലും നമുക്ക് ട്രൈ ചെയ്യാം. യമാൽ, മാർട്ടിനസ് ഗോൾ അടിക്കടാ. ഗൈസ് കൊള്ളാമല്ലോ നമ്മുടെ ബൂസ്റ്റർ കാർഡ്സിൻ്റെ പവർ. എനിക്ക് സാധാ ഫോർമാറ്റിൽ കളിച്ചിട്ട് ഇത്ര പവർ തോന്നുന്നില്ല. 3CB ആയിട്ട് വേണം നോക്കാം നമുക്കൊരു കൈ ഈ ഫോർമേഷൻ തന്നെ വെച്ച്. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. ജസ്റ്റ് മിസ്. ഫൗളായി ഗൈസ്. വീണ്ടും വിയറ. മിസ് പാസ്സായി. എനിക്ക് തോന്നിയതേ ഉള്ളൂ ഗൈസ്. വൈറ്റ്, ബെക്കംബോർ, നെയ്മർ. മിസ് പാസ്. ഈ മിസ് പാസ് ഒന്ന് ഒഴിവാക്കാൻ എന്തെങ്കിലും ചെയ്യണം, എനിക്ക് ശരിയാവില്ല. വൈറ്റ് ബോൾ എടുത്ത് ഗൈസ്. ഷെഞ്ചങ്കോ ചാൻസ് നമുക്ക് കിട്ടിയ ചാൻസ് ഒന്നും ഗോളാക്കാൻ പറ്റുന്നില്ല നമുക്ക്. അതാണ് നമ്മുടെ മെയിൻ പ്രോബ്ലം ഇപ്പോഴത്തെ. അതും മിസ് പാസ്. എന്താ ഇങ്ങനെ മിസ് പാസ് വരുന്നത്?
യമാൽ ക്രോസ് ഓ ഗോൾ ഗൈസ്. അങ്ങനെ നമ്മൾ ചുമ്മാ ഒരു ഫോർമേഷൻ ഇട്ട് ഗോൾ അടിച്ചിരിക്കുകയാണ് ബൂസ്റ്റേഴ്സിനെ വെച്ച് മാത്രം. ഗൈസ് ഈ ഫോർമേഷൻ ഇഷ്ടപ്പെട്ടു. ഞാൻ ഇത് തന്നെ ഇട്ട് കളിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നു മിക്കവാറും. കളിയൊന്നും ഒരു ഗോൾ അടിക്കുക. ഓഹ് അതൊക്കെ അടിക്കായിരുന്നു സുഖമായിട്ട്. ഞാനത് സ്റ്റണ്ണിങ് കൊടുത്തത് കൊണ്ടാണ് ഗൈസ്. ഇല്ലായിരുന്നെങ്കിൽ എന്തെങ്കിലും വഴിയുണ്ടായിരുന്നു. കോസ്റ്റർ കുട്ട ഓഹ് ജസ്റ്റ് മിസ് ഗൈസ്. ഗൈസ് ഈ ഫോർമേഷൻ ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ ഫിനിഷിങ് എൻ്റെ ഇപ്പോഴും ശരിയായിട്ടില്ലെന്ന് തോന്നുന്നു. ഇനി എന്തുമാത്രം ഓടിക്കായിരുന്നു. ഇത് ജസ്റ്റ് ഒരു ഫോർമേഷൻ കൊള്ളാലോ. ഫോണിൽ എന്താണോ ചിന്തിക്കുന്നത്, ഞാൻ ചുമ്മാ രസം എടുക്കുവാന്ന് ഇതായിരിക്കും. എന്തായാലും നമുക്ക് നോക്കാം. കളി ജയിക്കാൻ പറ്റുവാണെങ്കിൽ ഇത് തന്നെയായിട്ട് ഞാൻ തുടരും. നല്ല 2 ഗെയിം ഇട്ടിട്ട് കുഴപ്പമില്ല, അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. എല്ലാ ബൂസ്റ്റേഴ്സ് കിടക്കുന്നതായിരിക്കും. പക്ഷേ സബ് ഇടാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുന്നത്. ഒന്നും ഇല്ലാത്തത് കൊണ്ട് സബ് ഇടാൻ പറ്റൂല. ഓ ഗൈസ് അവനിപ്പോൾ അടിക്കും ഗോൾ. നോക്കാം. വെക്കുമ്പോൾ യമാനാണല്ലോ. ഓ റമേക്. ഓ എങ്ങനെയൊക്കെയാണ് മിസ് പാസ് പോകുന്നത് അറിയാൻ വരാതെ. ഫുള്ള് മിസ് പാസ്. നെയ്മാർ കാരണം എക്കമ്പോർ ബോൾ മേടിക്കണേ. എക്കമ്പോർ. ഓ യമാൽ ഇവിടെ വന്നോ? ഓ അത് വരുമോ ഗൈസ്? ജസ്റ്റ് മിസ്. മാർട്ടിനസിൻ്റെ റണ്ണ് കറക്റ്റായിരുന്നു. പക്ഷേ അത് വെക്കാമായിരുന്നെങ്കിൽ ചിലപ്പോൾ അത് വന്നേനെ ഇവിടെ. ഓഹ് ജസ്റ്റ് ഇതെന്താ മിസ് പാസ് ഇങ്ങനെ വരുന്നത്? പിടുത്തമില്ല ഗൈസ്. ഗോൾ അടിക്കാം മാർട്ടിനസ്. ഓ ഗോൾ. രണ്ടാമത്തെ ഗോൾ അടിച്ചിരിക്കുകയാണ് ഗൈസ്. നല്ല ഫോർമേഷൻ ആണല്ലോ ഇത്. ഓഹ് ഗൈസ് അതാണ് അടിച്ചു. ഓഹ് ഗോൾ. അപ്പോണ്ട് ഗോൾ അടിച്ചു ഗൈസ്. അത് വൈറ്റിൻ്റെ മിസ്റ്റേക്കാണ്. നമ്മളിനി എന്ത് ചെയ്യാൻ നോക്കണം. ആ ബോളൊക്കെ മെസ്സി എടുക്കേണ്ടതല്ലേ? എന്ത് ചെയ്താൽ ബോൾ എടുക്കത്തില്ല. ഡബിൾ ടച്ച് അടിച്ചതാണ് കറക്റ്റ്. സ്റ്റണ്ണിങ് ഷോട്ട് വന്നില്ല. ഈ സൈഡിൽ നെയ്മർ ഇരിപ്പുണ്ട്. നെയ്മറിനെ ഞാൻ യൂസ് പോലും ചെയ്യുന്നില്ല. ഫൗളാണ് ഗൈസ്. നമുക്ക് നോക്കാം. ജസ്റ്റ് മിസ്. അതും മിസ് പാസ്സാകുമോ? എൻ്റെ ദൈവമേ, മിസ് പാസ്സുകളുടെ ഒരു കൂമ്പാരം തന്നെയാണല്ലോ. ആരുമില്ലേ? മെസ്സി. അതൊക്കെ സ്റ്റണ്ണിങ് ഇടേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ എന്താ കാണിക്കുന്നത്? ചുമ്മാ ഓരോ ഊളത്തരം. സുഖമായിട്ട് മെസ്സിയെ കൊണ്ട് തന്നെ ഓടിപ്പിച്ചാൽ മതിയായിരുന്നു. കോർണറെങ്കിലും കിട്ടിയാനെ. എന്ത് കാര്യത്തിനാണ്? മിസ് പാസ്. ഗോൾ. മൂന്നാമത്തെ ഗോൾ അടിച്ചിരിക്കുകയാണ് ഗൈസ്. എനിക്ക് വയ്യ. ഈ ഫോർമേഷൻ മിക്കവാറും ഞാൻ തുടരേണ്ടി വരുമെന്നാണ് തോന്നുന്നത് ഗൈസ്. അപ്പോണ്ട് നിർത്തിപ്പോയി. നമ്മുടെ ഫോർമേഷൻ കണ്ട് ഞെട്ടിയാൻ തോന്നുന്നു. നമ്മൾ പോയില്ല. അവർ ഗോൾ അടിക്കുക. നമ്മൾ സബ്ബൊന്നും ഇട്ടിട്ടില്ല ഇതുവരെ. എന്താണോ
ഓഹ്, ജസ്റ്റ് മിസ്. ഓ, ഫസ്റ്റ് ടൈം ഷോട്ട് കൊടുക്കണ്ടായിരുന്നു, അതും ഗോളാക്കായിരുന്നു. എന്താണ് ഞാൻ ഈ കാണിക്കുന്നത് ഒന്നും മനസ്സിലാകുന്നില്ല. ഇത് കൊണാമയുടെ ഇഷ്യൂ ആണോ അത് എൻ്റെ ഇഷ്യൂ ആണോ? ഇങ്ങനെ ചെയ്യാനെന്നേക്ക്. ഓഹ്, സ്റ്റണ്ണിങ് ആയിരുന്നെങ്കിൽ ജസ്റ്റ് ഒന്നൊരു ചാൻസ്, അത്രേ ഉള്ളൂ. കാരണം നമുക്കിപ്പോൾ ഒരു 5 ഗോൾ അടിക്കായിരുന്നു, ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മളൊന്ന് അതുപോലെ തന്നെ ഡിഫൻസും ഭയങ്കര വീക്കാണ് കേട്ടോ. ഈ ഒരു ഫോർമേഷൻ ഇടുമ്പോൾ ഡിഫൻസ് നന്നായിട്ട് വീക്കാകുന്നുണ്ട്. പിന്നെ നമ്മൾ ജയിക്കാൻ വേണ്ടി തന്നെയാണ് കളിക്കുന്നത്. അതുകൊണ്ട് ഫൗള് എന്ത് പറ്റിയെന്ന് അറിയാമല്ല കാര്യം. എല്ലാവരും ഫോമിനും ഒന്നും അല്ല, എന്നിട്ടും നമുക്ക് ജയിക്കാനൊരവസരം ഉണ്ടായി. ഞാൻ നോർമൽ കുറേ ഫോർമേഷൻ കളിച്ചു, ഒന്നും നടന്നില്ല. ഇപ്പോൾ ഇതിട്ട് കളിച്ചപ്പോഴാണ് ഇതെന്താണ് അറിയുന്നില്ലേ. ഫൗളല്ലേ ഗൈസ്? ഓ എൻ്റെ മോനെ, അതെന്തൊരു ഷോട്ടായിരുന്നത്, പവർ സാധനം. യമാലിനെ കൊടുക്കാം, ഒന്ന് ഡ്രിബിൾ ചെയ്യാം. ഓ നോക്കി നടന്നില്ല, ആ ബോൾ കിട്ടും. ഓ ഗൈസ്, കളി ജയിച്ചിരിക്കുകയാണ്. 3-1 നമ്മൾ ഈ ഫോർമേഷൻ വെച്ച് കളി ജയിച്ചിരിക്കുകയാണ് ഗൈസ്. 5 ഷോട്ട് ഓൺ ടാർഗറ്റ്, അത് എല്ലാം ഗോൾ സേവ് ചെയ്ത് മാർട്ടിനസ്. ഇത് കണ്ടോ ഗൈസ്? എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ട് ചെയ്യുക. എന്നിട്ട് വേണം യൂട്യൂബ് ലൈവൊക്കെ ഇടാനായിട്ട് എനിക്ക്.